കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇനി നമുക്ക് ഇടേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി 1/4 കപ്പ് വെള്ളം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ബീഫ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് നമുക്ക് ഇത്ര സമയം വേണമെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവനുസരിച്ചും ബീഫിൻ്റെ വേവനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇത് വേവിക്കാനായിട്ട് 4 വിസിൽ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ബീഫ് അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിൽ അത് വേവിക്കാനെടുത്ത വെള്ളം ഉണ്ടല്ലോ അത് മാറ്റി വയ്ക്കണം. നമുക്കിത് മസാല ചേർക്കാൻ നേരത്ത് ഇത് ചേർത്തിട്ടാണ് നമ്മൾ മസാല മിക്സ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ അരിപ്പൊടി, ഒപ്പം തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടിയും കോൺഫ്ലവറും നമ്മൾ മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ചതച്ചത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരാണ് എടുക്കേണ്ടത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാല ചേർത്ത് കൊടുത്ത് നമുക്ക് ബീഫ് വെന്തതിന് ശേഷം മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് ഇതിൽ ചേർത്തിട്ട് വേണം മിക്സ് ആക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാം. ബീഫ് ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബീഫ് നമ്മൾ മസാല പുരട്ടി 1.5 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 1.5 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് തന്നെ വേണം ആദ്യം നമുക്ക് വേവിക്കാനായിട്ട്. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. മസാലയൊക്കെ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞ് പോകാതെ നോക്കണം. ബീഫ് ഇപ്പോൾ ആവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. ബീഫ് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ, നമ്മൾ വറുക്കാനെടുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-10 വെളുത്തുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ചുവന്നുള്ളി ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൊരിഞ്ഞ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മുളകൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം.
ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു ദിവസം വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.